ഈശോയില് പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്മസിനോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ്. പലരുമൊക്കെ വീടുകളിൽ ഓൾറെഡി പുൽക്കൂടൊക്കെ ഒരുക്കി കാണും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത നാളുകളിൽ എത്രയും പെട്ടെന്ന് പുൽക്കൂട് ഒരുക്കുമായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഈശോ പുൽക്കൂട്ടിൽ വന്നു വരുന്നത്? ഒത്തിരി ഒന്നും ചിന്തിക്കേണ്ട, സിമ്പിൾ ആൻസർ ആണ്. ഈശോയ്ക്ക് വേറെ ആരും ഇടം കൊടുത്തില്ല. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് വായിക്കുമ്പോൾ എന്ത് കഷ്ടം ഇത് എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം അത്. സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല. ഒരുപക്ഷെ സത്രം മുഴുവനും അവിടെ എല്ലാ റൂമുകളും ആൾക്കാർ ഓൾറെഡി വന്ന് ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ ജോസഫിനെയും മറിയത്തിനെയും ഒക്കെ കണ്ടപ്പോ അവർക്ക് കൊടുക്കാൻ തോന്നിയില്ല, ഇവർക്ക് തരാൻ കാശൊന്നും ഇല്ലായിരിക്കും അവർ ഓർത്ത് കാണും. പലർക്കും പല കാരണങ്ങളായിരുന്നിരിക്കാം, പല ന്യായങ്ങളായിരുന്നിരിക്കാം. പക്ഷെ കാര്യം ഇതാണ്, ആർക്കും ഈശോയ്ക്ക് ജനിക്കാൻ ഇടം കൊടുത്തില്ല. വായിക്കും നമ്മൾ വിചാരിക്കും, ഞാനായിരുന്നെങ്കിൽ എന്റെ വീട് മൊത്തം കൊടുത്തേനെ. നമ്മളും ഇവരെക്കാൾ ഒത്തിരി വ്യത്യസ്തരാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എന്റെ ഹൃദയത്തിൽ ഈ ക്രിസ്മസിൽ ഈശോയ്ക്ക് വന്ന് പിറക്കാൻ ഇടമുണ്ട്. നമ്മളൊക്കെ ഒത്തിരി ടെൻഷനിലൂടെ ഒത്തിരി കാര്യങ്ങളിലൂടെ ഇങ്ങനെ വ്യാകുലപ്പെട്ടും ആദ്യം പിടിച്ച് ഓടി നടക്കുന്നവരായിരിക്കും. എന്തോരം കാര്യങ്ങളാണ് നമ്മുടെ തലയ്ക്കകത്തോടെയും ചങ്കിനകത്തോടെയും പോകുന്നത്. പക്ഷെ ഇതിനെല്ലാം ഇടയിൽ ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും പ്രൈം ആയിട്ടൊരു സ്ഥലം ഞാൻ ഈശോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈശോ വന്നിങ്ങനെ എന്റെ ഹൃദയത്തിന്റെ വാതിൽ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഈശോയ്ക്ക് സ്ഥലമുണ്ട്. എല്ലാ ജങ്കും ഉണ്ട്, എല്ലാ തരത്തിലുള്ള ആക്രി സാധനങ്ങളും ഉണ്ട്, എല്ലാ തരത്തിലുമുള്ള വേസ്റ്റ് സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഈശോയ്ക്ക് ഒരു സ്ഥലം കൊടുക്കാനുണ്ട്. നമ്മൾ നല്ലതെന്ന് കരുതുന്നതും നമ്മൾ വിശിഷ്ടമെന്ന് കരുതുന്നതും ഏറ്റവും അമൂല്യമെന്ന് കരുതുന്നതുമായ പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കുന്നതിൽ നിന്നും ഈശോയ്ക്ക് സ്ഥലമില്ലാതാക്കുകയാണ് ചിന്തിച്ചിട്ടുള്ളത്. വെളിപാടന പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം നമുക്കറിയാം. ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ വന്ന് അവരോടുകൂടെ ഭക്ഷണത്തിലിരിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് ഞാൻ ഹൃദയം തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കർത്താവ് ഹൃദയം തള്ളി തുറന്നകത്ത് വരത്തില്ല. കർത്താവ് കാത്തിരിക്കുവാണ് ഞാൻ ഹൃദയം തുറന്നു കൊടുക്കാൻ. ഞാൻ കർത്താവിന് ഹൃദയം തുറന്നു കൊടുത്ത്, കർത്താവെ എന്റെ ഉള്ളിലോട്ട് കടന്നു വാ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വാ. ഇന്ന് ഈ പ്രാവശ്യത്തെ പുൽക്കൂട്, ഈ പ്രാവശ്യത്തെ കർത്താവിന് പിറക്കേണ്ട ഇടവരെ ഹൃദയമാണെന്ന് പറയണമെങ്കിൽ ആദ്യം എന്റെ ഹൃദയത്തിൽ സ്ഥലം ഉണ്ടാകണം. അപ്പോ ഈ ഒരു ആഗമനകാലം പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിശകലനം ചെയ്യാം. ദൈവരാജ്യം മീൻ പിടിച്ചതിന് ശേഷം നല്ല മത്സ്യങ്ങളും ചീത്ത മത്സരങ്ങളും മാറ്റിവെക്കുന്ന ഒരു മുക്കുവനെ പോലെ എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ എന്റെ ഹൃദയത്തെയും കർത്താവ് നോക്കുന്നുണ്ട്. എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ നോക്കിയിട്ട് ഈശോയ്ക്ക് സ്ഥലം കൊടുത്തിട്ട് മതി എനിക്ക് ബാക്കിയല്ല. അത് നമ്മൾ നേരെ തിരിച്ചാ. എല്ലാം അടുക്കി പറക്കിയാൽ ആവശ്യത്തിനുള്ള എല്ലാം വാരി വലിച്ച് എന്റെ ഉള്ളിൽ നിറച്ചു കഴിഞ്ഞതിന് ശേഷം എന്നാൽ സ്ഥലം ഉണ്ടോ ഈശോയ്ക്ക് കൊടുക്കാൻ എന്ന് ഞാൻ നോക്കുമായിരിക്കും. അങ്ങനെയല്ലല്ലോ. ആദ്യം ഈശോയ്ക്ക് സ്ഥലം കൊടുക്കും. ഈശോട് പറ, എല്ലാം മാറ്റിവെച്ചു, ആദ്യം ഈശോ എന്റെ ഉള്ളിലേക്ക് കടന്നു വാ. ഈശോ ഇരുന്നിട്ട് ഈശോയുടെ കൂടെ ജീവിച്ചിട്ട് ഈശോയെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എല്ലാത്തിനും സ്ഥാനം കൊടുക്കും. ഈശോയുടെ സ്ഥാനം തട്ടിത്തെറിപ്പിക്കുന്ന ഒന്നും എന്റെ ലൈഫിൽ വേണ്ട. എന്റെ ജീവിതത്തിലെ ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു ശീലമായിക്കൊള്ളട്ടെ, ഒരു ആഗ്രഹമായിക്കൊള്ളട്ടെ, ഒരു വസ്തു ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഈശോയിൽ നിന്ന് തന്നെ അകറ്റുന്നതാണെങ്കിൽ, അത് ഈശോയ്ക്ക് സ്ഥലം കൊടുക്കുന്നില്ലെങ്കിൽ, അത് ഈശോയ്ക്ക് ഞാൻ കൊടുക്കുന്ന സ്ഥാനവും സ്ഥലവും സമയമൊക്കെ എന്നിലും തട്ടിപ്പറിക്കുന്നതാണെങ്കിൽ ഞാൻ അതിനെ മാറ്റിക്കളയണം. അതല്ലെങ്കിൽ ഈശോയ്ക്ക് സ്ഥലമില്ലാതായി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ വന്ന് വാഴാൻ, നമ്മുടെ രാജാവായിട്ട് വാഴാൻ. വചനം പറയുന്നില്ലേ, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രാജാവായിട്ട് പൂജിക്കും. കർത്താവ് രാജാവാണ് എന്റെ ലൈഫിന്റെ. രാജാവിന് കൊടുക്കേണ്ട സിംഹാസനമല്ലേ, അല്ലാണ്ട് കുപ്പത്തൊട്ടിയല്ലല്ലോ. അതുപോലെ തന്നെ എന്റെ കർത്താവ് എന്റെ ടീച്ചറാണ്, എന്റെ ഇടയനാണ്, എന്റെ എല്ലാമാണ്, എന്റെ കൂട്ടുകാരനാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്റെ ചങ്കാണ് ഈശോ, അല്ലെ? അപ്പൊ ഈശോയ്ക്കുമാണ് ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക. ഈ ഒരു മംഗളവാർത്ത കാലത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വിശിഷ്ടമായത് സെൻട്രൽ പൊസിഷൻ, പ്രൈം പൊസിഷൻ ആദ്യം ഈശോയ്ക്ക് കൊടുക്കുക. ആദ്യം ഈശോ, പിന്നെ മതി മറ്റെല്ലാം. ഈശോയ്ക്ക് ഇടം കൊടുത്താൽ ഈശോ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിൽ വാഴും. ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവിടെയാണ് എൻ്റെ പുൽക്കൂട്. അതാണ് എൻ്റെ ക്രിസ്മസ്. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.